പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 5 മാർക്ക് ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യാം, എത്രത്തോളം എഴുതണം തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റ് ഉൾപ്പെടുത്തണം, ഇങ്ങനെ കുറച്ച് ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു അടിപൊളി നോട്ട് നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത ചാപ്റ്റർ വൈസ് നോട്ടുകൾ PPT PDF ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കോ, ഒരു മാർക്കും വിട്ടുകൊടുക്കണ്ട. കൂടെ നമ്മുടെ ലൈവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിവേ, വെൽക്കം ബാക്ക് ടു എജുമി. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇതൊക്കെ ജനറൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾ കണക്കാക്കാം. പല ചോദ്യങ്ങളും ഇപ്പോൾ വാട്ടർ പൊല്യൂഷനെ പറ്റി ചോദിച്ചാൽ, ജലമലിനീകരണം, മേപ്പോട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയുന്ന പോയിന്റ് നമുക്ക് പ്രിസൈസ് ചെയ്യാം. നമ്മുടെ പരിസരത്തും ചുറ്റും കാണുന്ന പോയിന്റുകളാണ്. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന്റെ കോസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം, എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് എഴുതണം അല്ലെ. occurs when harmful substance contaminate water bodies such as rivers, lakes, oceans and groundwater. ജലത്തെ മലിനപ്പെടുത്തുന്ന സാധനങ്ങൾ അല്ലെ, ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ജലത്തെ മലിനപ്പെടുത്തുന്ന അവസ്ഥ, കണ്ടാമിനേറ്റ് മലിനപ്പെടുത്തുന്ന അവസ്ഥക്കാണ് നമ്മൾ എന്ത് പറയാ, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയാ. അത് ഏതൊക്കെ വരും, നമ്മുടെ പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന കിണറ്റിലൊക്കെ വെള്ളം ഏതെങ്കിലും തരത്തിൽ അത് മലിനീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം എന്ത്, വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കാം. വാട്ട് ആർ ദ മേജർ കോസ് ഇൻക്ലൂഡ് അല്ലെ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. വ്യവസായ മേഖലയിലെ വേസ്റ്റുകളാണ്. സീവേജ് ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റ് അല്ലെ. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്ന വേസ്റ്റുകൾ, അതിനാണ് സീവേജ്. നമ്മൾ അടിച്ചു ഒഴിവാക്കുക. അൺട്രീറ്റഡ് സീവേജ് ലീഡ്സ് ടു ബാക്ടീരിയൽ കണ്ടാമിനേഷൻ. വീട്ടിൽ നിന്നുള്ള നമ്മൾ അടിച്ചൊഴിവാക്കുന്ന ഗാർഹിക വേസ്റ്റുകൾ അല്ലെ, അത് നമ്മൾ തരംതിരിക്കുന്നില്ല, ഒന്നായിട്ട് തട്ടുകയാണ്. അതിൽ ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ബാധിക്കും. അഗ്രികൾച്ചറൽ റൺ ഓഫ്, നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, വെള്ളം നനക്കുന്ന സമയത്ത് അതിൽ കീടനാശിനി കലരും. അത് പിന്നീട് മറ്റ് ജലാശയങ്ങളിലേക്ക് എത്തുന്നു. എല്ലാ വയലുകളും ഇതൊക്കെ എന്താണ്, തോടുമായിട്ടോ പുഴയായിട്ടോ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ മറ്റൊന്നാണ്. ദഹിക്കാത്ത പ്ലാസ്റ്റിക്കുകൾ എന്ത് ചെയ്യുക, കടലിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യുക. പല രാഷ്ട്രങ്ങളിൽ നിന്നുണ്ട് കടലിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകളും വേസ്റ്റൊക്കെ കൊണ്ട് ഡംപ് ചെയ്യുക. ഓയിൽ സ്പിൽ മറ്റൊന്നാണ്. ഓയിൽ സ്പിൽ എന്ന് പറഞ്ഞാൽ കടലിലെ ഓയിൽ എന്ത് ചെയ്യുക, പൊട്ടിത്തെറിക്കുക. കടലിലെ ഓയിൽ വീപ്പക്കുറ്റികൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് ഒഴുകുക. അതുപോലെ തന്നെ കപ്പൽ വരുമ്പോൾ ഓയിൽ പുറത്തേക്ക് വരിക. ഇങ്ങനെ പലതരത്തിൽ ഷിപ്പിൽ നിന്നൊക്കെ ലീക്കായിട്ട് വരുന്നതിനാണ് നമ്മൾ ഓയിൽ സ്പിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാം, വാട്ടർ പൊല്യൂഷൻ പറയാം. അപ്പൊ എന്തൊക്കെ പറയാം നിങ്ങൾക്ക്, കൃഷിയിൽ നിന്നുള്ള കുത്തിയൊലിച്ചു പോക്ക്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഓയിൽ സ്പില്ല്, സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇതൊക്കെ എന്താണ്, ജലമലിനീകരണത്തിന് കാരണമാകുന്നു. എഴുതാം. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. കഴിഞ്ഞൊരു ക്ലാസ്സിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയാ, ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ചവിട്ടി നിൽക്കുന്നത് ക്രസ്റ്റിലാണ്. നമ്മുടെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സാങ്കല്പികമായിട്ട് നമുക്ക് ലെയറുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം, തിരിക്കാനുള്ള കാരണം, ചില സ്ഥലത്ത് ഓക്സിജന്റെ അളവ് കൂടുതൽ, ചില സ്ഥലത്ത് ഓക്സിജൻ അളവ് കുറവ്. ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടായതുകൊണ്ട് അന്തരീക്ഷത്തെ നമ്മൾ പല തട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തട്ടിന്റെ പേരാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ 4 ലെയറായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ തട്ടിന്റെ പേരെന്താ, ട്രോപ്പോസ്ഫിയർ ആണ് അല്ലെ. ക്ലോസസ്റ്റ് ടു എർത്ത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിയോട് വളരെ അടുത്തുള്ള സ്ഥലമാണ് ട്രോപ്പോസ്ഫിയർ. ടെമ്പറേച്ചർ ഡിക്രീസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. നോക്ക്, നമ്മൾ ഇവിടെ ഇങ്ങനെ മേപ്പോട്ട് പോകും തോറും ഇതിന്റെ ടെമ്പറേച്ചർ, ചൂട് കുറഞ്ഞു വരികയാണ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ചൂട് കുറഞ്ഞു വരുന്നു അല്ലെ. ഉയരം കൂടുന്തോറും എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്, താഴേക്കാണ് വരുന്നത്. അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെയാണ് എന്തുള്ളത്, മഴ, കാർമേഘം, ഇടിമിന്നൽ, ഇതൊക്കെ സംഭവിക്കുന്ന എവിടെയാണ്, തണ്ടർ ലൈറ്റ്, സ്റ്റോമിങ് അല്ലെ. ഇതൊക്കെ എവിടെയാണ്, ലൈറ്റനിങ് എന്ന് പറഞ്ഞാ മിന്നല്. ഇതൊക്കെ സംഭവിക്കുന്ന എവിടെയാണ്, ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ കണ്ടെയ്ൻസ് ഓസോൺ ലെയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്താണ്, അതിൽ എന്തുണ്ട്, ഓസോൺ ലെയർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓസോൺ ലെയർ ആണ് എന്ത് ചെയ്യുന്നത്, സൂര്യനിൽ നിന്ന് വരുന്ന UV റേസ് നമ്മളിലേക്ക് എത്താതെ നമ്മളെ സംരക്ഷിക്കുകയാണ്. അപ്പൊ അതിൽ വിള്ളൽ വന്നാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലൊക്കെ സ്കിൻ ക്യാൻസർ പോലെയുള്ള, തിമിരം പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് അത് കാരണമാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഓസോൺ ലെയർ കാണപ്പെടുന്നത് എവിടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ്, രണ്ടാമത്തെ ലെയറിലാണ്. ഇവിടുത്തെ പ്രത്യേകത നോക്ക് നിങ്ങൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. മുകളിലേക്ക് പോകുന്തോറും ചൂട് കൂടുകയാണ്. ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും ചൂട് കുറയുകയാണ്. ഇവിടെ മുകളിലേക്ക് പോകുന്തോറും ചൂട് കൂടുകയാണ്. കണ്ടോ, രണ്ടും മേലക്ക.
യോ യോ മറ്റേ ഡാൻസ് മാതിരി യോ 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 യോ. അതേപോലെ മുകളിലേക്ക് അപ്പ് ആൻഡ് അപ്പ്, മുകളിലേക്ക് പോകുന്തോറും ചൂട് കൂടുന്നു. അതേപോലെ സ്ട്രാറ്റോസ്ഫിയർ മുകളിലേക്ക് പോകുന്തോറും ചൂട് കൂടുന്നു, ട്രോപ്പോസ്ഫിയർ മുകളിലേക്ക് പോകുന്തോറും ചൂട് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി മെസോസ്ഫിയർ, മെറ്റീരിയൽസ് അല്ലെ, ബേൺ ഹിയർ അഥവാ നമ്മുടെ ബഹിരാകാശത്ത് വരുന്ന ക്ഷുദ്ര സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെ വെച്ചിട്ട് നശിപ്പിക്കപ്പെടുകയാണ്. ഇത് കോൾഡസ്റ്റ് ആണ്, ഏറ്റവും തണുത്തുറഞ്ഞ ഭൂമിയുടെ ലെയർ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ? ട്രോപ്പോസ്ഫിയർ അല്ല, സ്ട്രാറ്റോസ്ഫിയർ അല്ല, അതിന് ആൻസർ എന്താണ്? മെസോസ്ഫിയർ ആണ്. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, ഉയരം കൂടുന്തോറും ചൂട് കുറയുന്നു, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു പറഞ്ഞ പോലെ. അപ്പൊ അതേപോലെ ഇവിടെ എന്തെയാണ്, നേരെ ഓപ്പോസിറ്റ് കേട്ടോ, ഈ ട്രോപ്പോസ്ഫിയറിന്റെ പോലെ തന്നെ. അപ്പൊ ട്രോപ്പോസ്ഫിയർ മിസോസ്ഫിയർ എന്താണ്, ഇരട്ട കുട്ടികളാന്ന് ഓർത്ത് വെച്ചോ. പിന്നീടുള്ളതാണ് തെർമോസ്ഫിയർ അല്ലെ. ഇവിടെ അന്തരീക്ഷത്തിന്റെ കട്ടി വളരെ കുറവാണ്. അതുപോലെ തന്നെ അറോറാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതുണ്ട്, മറ്റേ എന്തേലും പറയാം, ഈ വാൽനക്ഷത്രം ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാകുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു. ഇവിടെ നിങ്ങൾ അറോറയും കുറോറയും എന്നല്ല കൂടുതൽ പഠിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ തെർമോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ഇലക്ട്രിക് ചാർജ് അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാറ്റലൈറ്റുകളും അതുപോലെ തന്നെ പിന്നെന്താ പറയാ, നമ്മുടെ ഈ റേഡിയോ ഒക്കെ കണക്ട് ചെയ്യുന്ന കൂടുതലും അങ്ങോട്ടാണ്. അതാണ് തെർമോസ്ഫിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരുന്നോ, ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു, സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്നു, മെസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു അല്ലെ. അതേസമയം ഇവിടെ തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്നു. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആ ടെമ്പറേച്ചർ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളും കൂടി എഴുതി കഴിഞ്ഞാൽ ബസ് മതി, അത് മതി, സെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എക്സോസ്ഫിയറും കൂടി പറയണ്ടേ. അത് ചില ശാസ്ത്രജ്ഞന്മാർ തെർമോസ്ഫിയറും എക്സോസ്ഫിയർ ഒന്നാന്ന് പറയുന്നുണ്ട്, ചില അല്ല എന്ന് പറയും. ചില അപ്പോൾ നിങ്ങൾ തെർമോസ്ഫിയറിന്റെ കൂടെ അതിൻ്റെ ഒരു സബ് ലെയർ ആയിട്ട് എക്സോസ്ഫിയർ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എക്സോസ്ഫിയറിലാന്ന് പറയുന്നുണ്ട്, അഥവാ ഏറ്റവും അഞ്ചാമത്തെ ലെയർ എന്നാണ് ഇതിന് പറയുന്നത്. ചില ആൾക്കാർ 4 ലെയർ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ എക്സോസ്ഫിയർ എന്ന് പറഞ്ഞ ലെയറും കൂടി ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സബ് ലെയർ ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഏറ്റവും അവസാനത്തെ ലെയർ ആണിത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താ, ഇതിവിടെ ബഹിരാകാശമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെർജ് ചെയ്യണം. അത് കഴിഞ്ഞ ബഹിരാകാശ സ്പേസ് കൊടുക്കുകയാണ്, സാറ്റലൈറ്റ് ഓർബിറ്റ് ഹിയർ. സാറ്റലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന അവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഡിഫറൻഷിയേറ്റ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങളൊന്നുകൂടി കേൾക്കട്ടോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. റിന്യൂവബിൾ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന്, അഥവാ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നോൺ റിന്യൂവബിൾ ആകുമ്പോൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കാനില്ല, ഒരു 1000-10,000 വർഷമൊക്കെ എടുക്കും. അത്തരം സാധനങ്ങൾക്കാണ് എന്ത് പറയാ, അപ്പൊ ലിമിറ്റഡ് ആണ് നോൺ റിന്യൂവബിൾ. ഇവിടെ അവൈലബിൾ ആണ്, നാച്ചുറലി അവൈലബിൾ ആണ് അല്ലെ. അതിൽ എക്സാമ്പിൾസ് ഏതൊക്കെ? സോളാർ, വിൻഡ്, ഹൈഡ്രോ, ബയോമാസ് അല്ലെ. സോളാർ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്നത്, വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്ന് നമ്മൾ എന്ത് തടയണ കെട്ടിയിട്ടുണ്ടാക്കുന്ന വൈദ്യുതി, മറ്റൊന്നാണ് ബയോമാസ്, നമ്മൾ വിറകിൽ നിന്നൊക്കെ അല്ലെ, വിറകിൽ നിന്നുണ്ടാക്കുന്നതാണ്, എനർജിയാണ്. അപ്പൊ നമ്മൾ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്നില്ലേ വിറക്. അതെ, എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കറണ്ട് ആണെന്ന് കരുതുക, കറണ്ട് അതിൻ്റെ ഒരു ഭാഗം, അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എനർജി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എന്തൊക്കെ പറ്റും, കത്തിക്കാൻ പറ്റുന്നതിന് അല്ലെ, വണ്ടിയിൽ ഉപയോഗിക്കാൻ ഒക്കെ തന്നെ നമ്മൾ എനർജി എന്ന് പറയും. പിന്നെ ഇവിടെ നോക്ക്, കോള്, കൽക്കരി അല്ലെ, ഓയില്, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി. ഇതൊക്കെ ന്യൂക്ലിയർ എനർജിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ തോറിയം ഉപയോഗിക്കണം. തോറിയം ഉപയോഗിച്ചാലാണ് എന്ത് ചെയ്യുക, കൂടുതൽ വരിക. അപ്പൊ തോറിയം കിട്ടണമെങ്കിൽ എന്ത് വേണം, ഭൂമിൻ്റെ നിന്ന് കുഴിച്ചെടുക്കണം. അത് ഉപയോഗിക്കും തോറും തീരുകയാണ്. അതുപോലെ തന്നെ ഓയിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, പെട്രോൾ വരും, ഡീസൽ വരും, നാഫ്ത അല്ലെ, നമ്മൾ ഈ താറിടാൻ ഉപയോഗിക്കുന്ന സാധനം, അത് ഇതിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ പെട്രോൾ, ഡീസൽ, കൽക്കരി പോലുള്ള സാധനങ്ങൾ ഒരുപാട് വർഷം എന്ത് ചെയ്യും, അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ എടുക്കും. അപ്പൊ അതിന് നോൺ റിന്യൂവബിൾ എന്ന് പറയും. അതേസമയം റിന്യൂവബിൾ ആകുമ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് റിന്യൂവബിളിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോൺ റിന്യൂവബിൾ എന്തല്ല, അൺസസ്റ്റൈനബിൾ ആണ്, അഥവാ പരിസ്ഥിതിക്ക് ഒരു ഗുണം അതുകൊണ്ടില്ല, അതൊക്കെ പരിസ്ഥിതിയെ കേടുവരുത്താനുള്ളതാണ്. പെട്രോളും ഡീസലൊക്കെ പുറത്തേക്ക് പോകുന്നത്. അതേസമയം ഈ സോളാറിനും ഇതിനൊക്കെ വരുന്ന എന്താണ്, അത്രത്തോളമല്ല. ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിളിന്റെ പ്രത്യേകത എന്താ, ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോൾ അതിൽ നിന്നുണ്ട് പിന്നെ പുകയില്ല അല്ലെ. മറ്റൊരു ഡീസൽ വണ്ടി കണ്ടില്ലാണ് കറുത്ത സാധനം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് സസ്റ്റൈനബിൾ ആണ്, മറ്റൊന്ന് സസ്റ്റൈനബിൾ അല്ല. ഇതിന്റെ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഏത് റിന്യൂവബിളിൻ്റെ, മറ്റേത് എന്താണ്, കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഇങ്ങോട്ട് ചറ എന്ന് പറഞ്ഞിട്ട് വാരിക്കോരി നിങ്ങൾക്ക് കിട്ടുണ്ടോ. നോക്ക് നിങ്ങൾ,
ഡിസ്കസ് സസ്റ്റൈനബിൾ ഫുഡ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സസ്റ്റൈനബിൾ, എക്കോ ഇങ്ങനത്തെ വേർഡുകൾ കാണുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, പരിസ്ഥിതിക്ക് നല്ല ഉപകാരമുള്ളത്, ഗുണമുള്ളത് അതായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് വൺ ദാറ്റ് ഡെലിവേഴ്സ് ഹെൽത്തി ന്യൂട്രീഷ്യസ് ഫുഡ് വൈൽ മെയിൻറ്റെയിനിങ് എൻവയോൺമെന്റൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഹെൽത്ത് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. സസ്റ്റൈനബിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുക. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തലമുറക്ക് ഒരു നിലക്കും കംപ്ലൈന്റ് ഇല്ലാത്ത രൂപത്തിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ഹോട്ടൽ അല്ലെ, അവർ നല്ല പൊല്യൂഷൻ നടത്തിയിട്ടാണ്, മലിനീകരണം നല്ലോണ്ട്, അല്ലെങ്കിൽ പുക നല്ലോണം പുറത്തേക്ക് വിടുകയാണ്, അല്ലെങ്കിൽ പുക നല്ലോണം പുറത്തേക്ക് വിടുകയാണ് അല്ലെ, കെമിക്കൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഹോട്ടലിലെ ഫുഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് ഹെൽത്തി അല്ലെ, അത് സസ്റ്റൈനബിൾ അല്ല. വരാൻ പോകുന്ന തലമുറ ഒരു നിലക്കും പരിഗണിക്കുന്നില്ല, പരിസ്ഥിതിയെ കേടുവരുത്താണ്. അപ്പൊ അത്തരം വരാൻ പോകുന്ന തലമുറയെ കൂടി പരിഗണിച്ചിട്ട് എന്തുണ്ട് ഇപ്പൊ വാഴയുടെ ഇലയിൽ ചോറ് വിളമ്പുന്നത് എന്താണ്? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് സസ്റ്റൈനബിൾ ഫുഡ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊന്നും വലിയ വലിയ പോയിന്റുകളൊന്നും പറയണ്ട, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞാൽ മതി അല്ലെ. പേപ്പർ ഗ്ലാസുകൾ ഒഴിവാക്കുക, സെറാമിക് ഗ്ലാസ് ഉപയോഗിക്കുക, സസ്റ്റൈനബിൾ ആണ്. കാരണം പേപ്പർ ഗ്ലാസ് ഉണ്ടാക്കുന്ന എന്ത് വേണം? പേപ്പർ വേണം. പേപ്പർ എവിടെ നിന്ന് കിട്ടുക? മുളയുടെ പൾപ്പാണ്. പ്രകൃതിയെ നമ്മൾ വെട്ടി നശിപ്പിക്കുകയാണ്. ഓക്കെ, നോക്ക്, ഇങ്ങനെ ആകുമ്പോൾ മിനിമൈസ് ഫുഡ് വേസ്റ്റേജ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അതിൽപ്പെട്ട ഒന്നാണിത്. ഫുഡ് വേസ്റ്റേജ് നമ്മൾ കുറക്കുക എന്നുള്ളതാണ്. അതൊരു സസ്റ്റൈനബിൾ ഫുഡാണ് അല്ലെ. ഫുഡ് വേസ്റ്റ് ആക്കുന്ന കാര്യം നമ്മൾ കുറക്കുക. ഒരു ഫുഡ് വേസ്റ്റ് ആക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഫുഡ് ഉണ്ടാക്കണേ എന്ത് വേണം? പ്രകൃതിയെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കണം. എന്തിനു ഉപയോഗിക്കണം? വെള്ളമാവട്ടെ, അതിൽ കിട്ടുന്ന പോലെ ഒരു ബിരിയാണി കംപ്ലീറ്റ്ലി ഈസ് ഫ്രം നാച്ചുർ. അപ്പൊ അത്രയും കുറക്കുക. യൂസ് നാച്ചുറൽ റിസോഴ്സ് എഫിഷ്യൻറ്റ്ലി. നിലവിലുള്ള പ്രകൃതി വിഭവങ്ങൾ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. വെറുതെ അങ്ങ് തുറന്നു വിടാതല്ല, നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക. എൻകറേജ് ലോക്കൽ ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. കണ്ടോ, ഓർഗാനിക് ഫാമിനെ പ്രോത്സാഹിപ്പിക്കുക. എന്താ ഓർഗാനിക്? ജൈവ കൃഷി. രാസവളം ഉപയോഗിക്കാതെ ജൈവവളം ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിലെ പച്ചക്കറിയൊക്കെ എന്താണ്? ജൈവല്ലേ. എത്ര പേർക്ക് ഇതിൽ അടുക്കളത്തോട്ടുണ്ട്? Ensure fair wage and working condition for farmers. അതിൽ തന്നെ കർഷകർക്ക് എന്ത് ചെയ്യാം? നല്ല സാലറി, അല്ലെങ്കിൽ അവർക്കുള്ള അവർ ചെയ്യുന്നതിന് അവർക്ക് അത് പ്രതിഫലം കിട്ടിയെന്ന് തോന്നണം. അതുപോലെ തന്നെ ജൈവ വൈവിധ്യവും സോയിൽ ഹെൽത്തും. സോയിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ആരോഗ്യം. ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് രാസവളം ഇട്ടിട്ട് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാടോ കൊള്ളുക? അപ്പൊ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതോടൊപ്പം, മണ്ണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം, ഫാർമറിനെ സംരക്ഷിക്കുന്നതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എവിടെ സെർവ് ചെയ്യുന്നുണ്ടോ അത്തരത്തിലുള്ള ഫുഡ് സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ 3 R's ഇൻ വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് 3 R'കൾ. നിങ്ങൾക്ക് 4, 6, 5 ഒക്കെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിലൊന്ന് റെഡ്യൂസ് ആണ്. റെഡ്യൂസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ റെഡ്യൂസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് ജനറേഷൻ തന്നെ കുറക്കുക. മിനിമൈസ് വേസ്റ്റ് ജനറേഷൻ അറ്റ് ദ സോഴ്സ്. പരമാവധി വേസ്റ്റ് ഉണ്ടാക്കുന്നത് കുറക്കുക. അതിനാണ് റെഡ്യൂസ് എന്ന് പറയാം. വേസ്റ്റ് ഉണ്ടാക്കാൻ നോക്കി. ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ പിന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരുന്ന എന്താണ്? വേസ്റ്റ് റെഡ്യൂസ് അല്ല, വേസ്റ്റ് ഇൻക്രീസിങ് ആണ്, വേസ്റ്റ് കൂട്ടുകയാണ്. അപ്പൊ നിങ്ങൾ കടയിൽ പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മീൻ വാങ്ങുമ്പോൾ തന്നെ വീട്ടിലൊരു പാത്രം കൊടുത്താൽ മതി അല്ലെ. ആ വീട്ടിലെ പാത്രത്തിലേക്ക് മീൻ ഇട്ടെന്നുള്ളൂ. മീൻകാരൻ പാപ്പ് അല്ലെ. റീയൂസ്. രണ്ടാമത്താണ് റീയൂസ് ചെയ്യുക, വീണ്ടും ഉപയോഗിക്കുക. യൂസിങ് ഐറ്റംസ് മൾട്ടിപ്പിൾ ടൈംസ് ബിഫോർ ഡിസ്കാർഡിങ്. കണ്ടോ, അത് ഒഴിവാക്കുന്നതിന് മുന്നേ പരമാവധി. ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് പരമാവധി മൾട്ടി യൂസിന് ഉപയോഗിക്കുക. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാട്ടോ. നമ്മളത് വേസ്റ്റ് ആക്കുന്നത് അത് പ്ലാസ്റ്റിക് എന്നല്ല, എല്ലാം അതിന്റെ മുൻപേ മാക്സിമം യൂട്ടിലൈസേഷൻ. ഒരു സാധനത്തിന്റെ പരമാവധി ഉപയോഗിക്കുക. റീസൈക്കിൾ അല്ലെ. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ അല്ലെ. റീസൈക്കിൾ പ്രോസസിങ് വേസ്റ്റ് മെറ്റീരിയൽ ടു മേക്ക് ന്യൂ പ്രൊഡക്റ്റ്. അത് വെച്ചിട്ട് പുതിയത് ഉണ്ടാക്കുക. പ്ലാസ്റ്റിക്കിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിലേക്ക് പ്ലാസ്റ്റിക് പെറുക്കാൻ വരുന്ന ആൾക്കാർ ട്രാഷ് അല്ലെ. ട്രാഷ് എന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരുപാട് നല്ലൊരു ബിസിനസ് സംരംഭം കൂടിയാണ്. വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? കാരണം വേസ്റ്റ് എടുക്കുമ്പോൾ റോ മെറ്റീരിയലാണ് വേസ്റ്റ്. അതിന് കുറഞ്ഞ പൈസയേ ഉള്ളൂ. അത് പൊടിച്ചിട്ടോ അത് അവിടെ എന്ത് ചെയ്യുക? പല തരത്തിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ റീയൂസ് ചെയ്തു റീസൈക്കിൾ ചെയ്ത് വരുന്നതാണ്. റീസൈക്കിൾ ചെയ്ത് വരുന്നതാണ് നമ്മുടെ വീട്ടിലെ മിക്ക സാധനങ്ങളും, പ്ലാസ്റ്റിക്കുകളൊക്കെ. പ്ലാസ്റ്റിക്കിന് പൊതുവെ വില കുറവല്ലേ. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് എഴുതുക. What are the causes and consequences of climate change? കാലാവസ്ഥാ മാറ്റത്തിന്റെ കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. കാലാവസ്ഥാ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു ആദ്യം നോക്കാം. നിങ്ങൾ അതിൽ ഒന്നാമത്തെ മിടുക്കൻ വില്ലനാരാ? ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ ആണ് പുറത്തേക്ക് തള്ളുക. ഹരിതഗ്രഹ വാതകങ്ങൾ അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ്, അതുപോലെ CH4 മിഥൈൻ.
ഇതൊക്കെ നന്നായിട്ട് പുറത്തേക്ക് തള്ള. നമ്മുടെ നെൽപ്പാടങ്ങളിലൊക്കെ CH4 നന്നായിട്ട് പോകണ്ടിട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു വരുന്ന ശാസ്ത്രജ്ഞനോട് ചോദിച്ചില്ലേ, അവ നെല്ല് വേണ്ടെന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാല് ഇത് പരമാവധി നമ്മൾ കുറക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നത് അല്ലെ. നമ്മുടെ AC ഇതൊക്കെ നന്നായിട്ട് ഇതൊക്കെ പോകുന്നുണ്ട്, വാഹനങ്ങൾ നൈട്രസ് ഓക്സൈഡ് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ പരമാവധി കുറക്കുക. ഇത്തരം വാതകങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇത് ഭൂമിയാണ്. ഭൂമിയിൽ തട്ടിയിട്ട് സൂര്യന്റെ രശ്മികൾ തിരിച്ചു പോകുമ്പോ ഓല പരിപാടി എന്താ, തിരിച്ചിങ്ങട്ടനെ വിടും. തിരിച്ചിങ്ങട്ടനെ വിടും. ചില സ്ഥലത്തുണ്ടല്ലേ സെക്യൂരിറ്റിക്കാര് നമ്മൾ കഷ്ടപ്പെട്ട് ചിലപ്പോൾ എന്ത് ഷോർട്ട് വൈക്ക് എടുത്ത് പോയേക്കാരം, വേണ്ട നിക്ക് മോനെ തിരിച്ച് തന്നെ മാറി ഇങ്ങോട്ടന്നെ വിട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, ഭൂമിയിൽ ചൂട് കൂടും. അങ്ങനെ ചൂട് കൂട്ടുന്ന സാധനങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ, ഹരിതഗ്രഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മൾ കൂടുതൽ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ ചൂടില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികളാവുന്ന സമയത്ത് അല്ലെ, ഒരു 10-15 കൊല്ലം ബാക്കോട്ട് എടുക്കുക, 2020 ശേഷം ഈ കഴിഞ്ഞതല്ല തൊട്ട് മുന്നത്തെ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു 3 വർഷമായിട്ട് നമ്മളിപ്പോൾ AC ഇല്ലാതെ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം മാറി. ശരിയല്ലേ? കാലാവസ്ഥ മാറിയതിന് നല്ല തെളിവാണ്. എന്തൊരു ചൂടാണ് അല്ലെ. മറ്റൊന്നാണ് വനനശീകരണം. വനം നല്ലോണം നശിപ്പിച്ചാൽ എന്ത് ചെയ്യും, കാലാവസ്ഥക്ക് നല്ല മാറ്റം ഉണ്ടാവും. കാരണം എന്താ, വനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഓക്സിജൻ പുറത്തേക്ക് തള്ളുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞാൽ ചൂടുള്ള സാധനമാണ്. നിങ്ങൾ മൂക്കുന്നത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. കൈ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഒന്ന് സാധനം പുറത്തേക്ക് വിട്ടോക്ക്, ഒരു ചെറിയ ചൂട് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇങ്ങനെ 10 ആൾ കൂടി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ചൂട് കൂടും. അതാ പറഞ്ഞത്. ഇത് ഇവിടുന്ന് മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡിൽ കേട്ടോ, അത് വേറെ കാര്യം. പ്രകൃതിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാണ്, നന്നായിട്ട് പിന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വനനശീകരണം ഒരു കാരണമാണ്. വ്യവസായവൽക്കരണം അല്ലെ, പലതരത്തിലുള്ള മലിനീകാരികൾ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ നന്നായിട്ട് പുറത്തേക്ക് വിടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാലാവസ്ഥ മാറ്റം ഉണ്ടാവും. എക്സസീവ് ഫോസിൽ ഫ്യൂൽ യൂസേജ് അല്ലെ, പെട്രോളിയം, ഡീസൽ പോലെയുള്ള നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ്, ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫ്യൂൽസ് നന്നായിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെതായ മലിനീകരണങ്ങൾ നന്നായിട്ട് നമ്മുടെ രാജ്യത്ത് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഇവിടെ കാലാവസ്ഥ മാറ്റം എല്ലാവരും ബാധിക്കും. പൈസക്കാരനോ പാവപ്പെട്ടവനോ ഒക്കെ കാണുക. പിന്നെ പൈസ ഉള്ളവൻ എന്ത് ചെയ്യുക, AC ഒക്കെ വെച്ച് വീട്ടിൽ കുത്തിരിക്കുക, വീണ്ടും കാലാവസ്ഥ മാറും അല്ലെ, കൂടുതൽ ചൂട് കൂടും. പറഞ്ഞു വരുന്നത് ഇതൊക്കെ കാരണങ്ങളാണ്. നിങ്ങൾക്ക് അറിയുന്ന കാരണങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക, കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാവുന്ന ഫലം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിന്റെ ചൂട് ഇങ്ങോട്ട് കൂടുക, എല്ലായിടത്തും ചൂട് വരിക. പിന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല നമുക്ക്, AC to AC. ഭൂമധ്യരേഖയിൽ അല്ലെ, ഞാനിത് പലപ്പോഴും പല കുട്ടികളോടും പറഞ്ഞ് പലരും വിശ്വസിച്ചിട്ടില്ല. ഭൂമധ്യരേഖയിലായിരുന്നു ഞാൻ കിടന്നുറങ്ങിയിരുന്നത്. മാൾഡീവ്സിലെ തിരുതു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൂമധ്യരേഖ ഉണ്ടായിരുന്നു. ഇക്വേറ്റർ ഭൂമധ്യരേഖ പാസ് ചെയ്യുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാർ അടയാളിട്ട് പോയ സ്ഥലമുണ്ടായിരുന്നു. അതിന്റെ നേരെ ആ കുറ്റിയുടെ നേരെ തൊട്ടുപുറത്തൊരു 5 മീറ്റർ മാറിയിട്ടായിരുന്നു എന്റെ താമസം ഉണ്ടായിരുന്നത്. ഞാൻ പലരോടും പറയും, പലരും വിശ്വസിക്കൂല. ഭൂമധ്യരേഖയിൽ കിടന്നുറങ്ങി കട്ടക്കാടെന്ന് പറഞ്ഞിട്ട് പലരും തള്ളുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു വെച്ചാൽ അവിടെ ഭയങ്കര ചൂടാ. അതേ ചൂട് ഞാൻ 2019 മാൾഡീവ്സിലേക്ക് പോകുമ്പോൾ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ പെരും ചൂടാ. നിങ്ങൾ നോക്ക്, ചൂടോട് ചൂട് അല്ലെ, ഗ്ലോബൽ വാർമിംഗ്. അങ്ങനെ ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ധ്രുവപ്രദേശങ്ങൾ പോളാറിലെ അല്ലെ, മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് റൈസിംഗ് സീ ലെവൽ, പോളാർ പ്രദേശത്തെ മഞ്ഞുരുകും. ഉരുകിക്കഴിഞ്ഞാൽ കടലിന്റെ ജലനിരപ്പ് കൂടും. നല്ല തണുത്ത ഉപ്പുവെള്ളം, ടേസ്റ്റി. ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് എക്സ്ട്രീം വെതർ ഇവന്റ്സ്. നോക്ക്, വെതറും ക്ലൈമറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന്റെ അവസാനം നമ്മൾ പഠിക്കും. ഞാനപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. എക്സ്ട്രീം വെതർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓരോ ദിവസത്തെയും അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ് വെതർ എന്ന് പറയുന്നത്. ഇപ്പൊ ചൂടുകാലാണല്ലോ, ഇപ്പൊ ചൂടുകാലാണ് മാർച്ച് ഏപ്രിൽ മെയ്. പക്ഷേ 2-3 ദിവസമായിട്ട് ഇപ്പോൾ മഴ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലെ. അപ്പൊ ചൂടുകാലത്ത് എന്താ മഴ. അപ്പൊ അതിനാണ് ഓരോ ദിവസത്തെയും അന്തരീക്ഷത്തിനാണ് നമ്മൾ എന്ത് പറയാ. നമ്മളിപ്പോ ചൂടുകാലം എന്താ പറഞ്ഞത്, അത് 10-30 കൊല്ലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ചൂടാണ്. ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ എന്താണ്, കേരളത്തിൽ പൊതുവെ ചൂടാണ്. അപ്പൊ നമ്മൾ ചൂടുകാലം എന്ന് വിളിക്കുന്നു അല്ലെ. അതെങ്ങനെ നമുക്ക് മനസ്സിലായി, ഒരു 10-30 കൊല്ലമായിട്ട് അങ്ങനെയാണ്. അപ്പൊ അതിനാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയാം. ഒരു 10-30, ഇനി ഇപ്പൊ തന്നെ പറയാം, ഇനി അന്നേരം പറയുന്നില്ല. ഒരു 10-30 കൊല്ലത്തെ ഒരു സ്ഥലത്തെ അന്തരീക്ഷത്തിന്റെ സ്ഥിതിക്കാണ് നമ്മൾ എന്ത് പറയാ, ക്ലൈമറ്റ്, കാലാവസ്ഥ എന്ന് പറയാം. വെതർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ. ഇപ്പൊ ഇന്ന് എന്താണ്, ഇന്ന് ചൂടാണെങ്കിൽ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയില്ല, ഇന്നത്തെ വെതർ എന്നാണ് പറയാ. അന്തരീക്ഷ സ്ഥിതി, അന്തരീക്ഷത്തിന്റെ ഒരു ദിവസത്തെ സ്ഥിതിക്കാണ് നമ്മൾ എന്താ പറയുക, വെതർ എന്ന് പറയാം. വെതർ ചിലപ്പോൾ ഇന്ന് ഇറ്റ് ഷുഡ് ബി വെരി ഹോട്ടി ഓർ സണ്ണി. ടുമോറോ ഇറ്റ് മൈറ്റ് ബി റെയിനി അല്ലെ, ക്ലൗഡി,
അങ്ങനെ ആവാം, നാളെ ചിലപ്പോൾ തണുത്ത ദിവസമാവാം, അല്ലെങ്കിൽ മഴയുള്ള ദിവസമാവാം. പക്ഷേ ഇന്ന് ചിലപ്പോൾ ചൂടാവാം, അത് വെതറാണ്. പക്ഷെ ക്ലൈമറ്റ് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസത്തെ എന്ന് പറയില്ല. ഒരു 10-30 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ എന്താണ്, വി ആർ എക്സ്പീരിയൻസിങ് വെരി ഹോട്ട്, അല്ലെ, എക്സ്ട്രീംലി ഹോട്ട്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, മറ്റൊന്നാണ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് നശിക്കുക, അല്ലെ, ജൈവ വൈവിധ്യം. ജീവികൾ പല വ്യത്യസ്ത വൈവിധ്യങ്ങൾ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക. മരങ്ങൾ വൈവിധ്യമുണ്ട്, അതൊക്കെ നശിക്കുക, അല്ലെ. ചൂട് കൂടിക്കഴിഞ്ഞാലേ എല്ലാത്തിനും ഇതൊന്നും താങ്ങിക്കൊള്ളുന്നില്ല. ത്രെറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, കൃഷി നശിക്കും, അല്ലെ. ചൂട് കൂടിക്കഴിഞ്ഞാൽ പല കൃഷികൾക്കും അത് പറ്റൂല. പറ്റാത്ത പല കൃഷികളുണ്ട്. ചൂടുണ്ടാകാൻ പാടില്ല, ചിലതിന് ചൂട് കൂടുതൽ വേണം. പക്ഷെ അമിതമായി ഓവറായിട്ട് ചൂട് ഏതിനും വേണ്ട കേട്ടോ. അമിതമായിട്ട് ചൂട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ പിന്നെ കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗം ചൂട് കൂടുക എന്ന് മാത്രമല്ല കേട്ടോ, മഴ അമിതമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നശിക്കും. അങ്ങനെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബാലൻസിങ്ങിൽ പോടാണ്. കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നശിക്കും എന്നുള്ളതാണ്. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ഓഫ് കാർബൺ സെക്വിസ്ട്രേഷൻ? കാർബൺ സെക്വിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ചെയ്യുക. കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ കാർബണിനെ വിവിധ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനാണ് എന്ത് സെക്വിസ്ട്രേഷൻ എന്ന് പറയാം. കാർബൺ സെക്വിസ്ട്രേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുക, ഫിലിം ക്യാപ്ചർ ചെയ്യുക, ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക എന്നൊക്കെ പറയില്ലേ. ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടികൂടുക, അല്ലെ. ക്യാപ്ചറിങ് ആൻഡ് സ്റ്റോറിങ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യുക, പിടിച്ചു വെക്കുക. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയുക. നോക്ക് നിങ്ങൾ, ടെറസ്ട്രിയൽ സെക്വിസ്ട്രേഷൻ, ഭൂമി വലിച്ചു കൊണ്ടുപോവുക. സ്റ്റോറിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ആൻഡ് സോയിൽ, പ്ലാന്റുകളിലും മരങ്ങളിലും മണ്ണുകളൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ടെറസ്ട്രിയൽ സെക്വിസ്ട്രേഷൻ എന്ന് പറയുക. ജിയോളജിക്കൽ ആകുമ്പോൾ പാറ, അല്ലെ, പാറ, വലിയ വലിയ റോക്കുകൾ ഉണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലെ പാറക്ക് എന്താ പറയാൻ നിൽക്കാറില്ല കേട്ടോ. റോക്കുകൾ, വലിയ പാറകൾ, അതിന്റെ ഓട്ടയിലേക്ക് എന്ത് ചെയ്യുക, അതിന്റെ ഗ്യാപ്പുകളിലേക്കൊക്കെ കാർബൺ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് കയറുക. അതിന് സ്റ്റോറായി കിടക്കുന്നതിനാണ് കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയുക. ഓഷ്യൻ സെക്വിസ്ട്രേഷൻ ഉണ്ട്, പക്ഷെ ഇത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ റിസർച്ച് എന്ന് പറയുന്നത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല, കൂടുതൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കടൽ എന്തുണ്ടോ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവിധ തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് വാട്ട് വി കോൾ കാർബൺ സെക്വിസ്ട്രേഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം, പ്രോസസ് ഓഫ് ക്യാപ്ചറിങ് ആൻഡ് സ്റ്റോറിങ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതാം. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് EIA എന്ന് പറഞ്ഞാൽ എന്താ, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഈ വേർഡ് തന്നെ നിങ്ങൾക്ക് കിട്ടും, അല്ലെ. പരിസ്ഥിതി ആഘാത പഠനം അല്ലെങ്കിൽ വിലയിരുത്തൽ, അസസ് ചെയ്യുക. അസസ്മെന്റ് നമ്മൾ എക്സാമിന് അസസ്മെന്റ് എന്ന് പറയും, വിലയിരുത്തും, അല്ലെ. പരിസ്ഥിതിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയാ, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഈസ് എ ടൂൾ ടു അസസ് ദ പൊട്ടൻഷ്യൽ എൻവിയോൺമെന്റൽ എഫക്ട്സ് ഓഫ് എ പ്രൊപ്പോസ്ഡ് പ്രൊജക്ട് ബിഫോർ ഇംപ്ലിമെന്റേഷൻ. നോക്ക് നിങ്ങൾ, ഒരു പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് മുൻപ് ആ പ്രൊജക്ട് കൊണ്ട് പരിസ്ഥിതിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെ ഗുണമുണ്ടാവും എന്ന് വിലയിരുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയാ. വലിയ വലിയ പ്രൊജക്ടുകൾക്ക് എന്ത് വേണം, EIA വേണം. വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് നമ്മൾ തുരങ്കപാത നിർമ്മിക്കുമ്പോൾ there should be EIA, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഷുഡ് ബി ദർ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, തോന്നിയതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് പ്രശ്നം വരും. പരിസ്ഥിതിക്ക് പ്രശ്നം വരും. ഓരോ പാസുകൾ, ഓരോ മൗണ്ടൈനുകൾ മറ്റു മൗണ്ടൈനുമായിട്ട് കണക്റ്റഡ് ആണ്, ഓരോ സ്ഥലങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്, അവിടുത്തെ കാലാവസ്ഥയുമായിട്ട് കണക്റ്റഡ് ആണ്, എല്ലാമാണ്. ഇതൊരു എക്സാമ്പിൾ മാത്രം. അപ്പൊ എന്തിനും EIA വേണം, അല്ലെ, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് വേണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താ, നമുക്ക് തീരുമാനം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അവിടെ ഇന്ന കാര്യം നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഹെൽപ്സ് ഇൻ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പോകുന്ന തലമുറയെ കൂടി പരിഗണിക്കാം. ഇത് കൊണ്ടുവന്നാൽ പ്രകൃതി നശിക്കോ ഇല്ലേ. ബ്രഹ്മപുരം ഇപ്പൊ നമ്മൾ റെഡിയാക്കി എടുത്തു, തീ കത്തിയത് ഓർമ്മല്ലേ, അതൊക്കെ എന്താണ്, അൺസസ്റ്റൈനബിൾ ആയിരുന്നു. ആ വികസനം വന്നപ്പോൾ ഒരു നിലക്കുള്ള EIA നടന്നിട്ടില്ല, എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടന്നിട്ടില്ല. ഒരുപാട് ജീവികൾക്കും മനുഷ്യർക്കും ബുദ്ധിമുട്ടി. ഇപ്പൊ അവിടെ ക്രിക്കറ്റ് വരെ കളിക്കാൻ തുടങ്ങി. ഗവൺമെന്റ് നല്ല നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും പറയും, ഗവൺമെന്റുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സംവിധാനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ യൂണിവേഴ്സിറ്റിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഐഡന്റിഫൈ ആൻഡ് മിനിമൈസസ് എൻവിയോൺമെന്റൽ ഹാം, അല്ലെ. പരിസ്ഥിതിയുടെ കേടുകളെ, എൻവിയോൺമെന്റൽ ഹാമുകളെ നമുക്ക് കുറക്കാൻ പറ്റും. നമുക്കറിയാം, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് പഠിച്ചു. തുരങ്കം വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി, ഒരു പുലിയും ഒരു പുലിയുടെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഭാര്യയും ഭർത്താവൊക്കെ പോലെ അവിടെ എന്താ പറയുക, ഒരു ഗുഹൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. ആ ഗുഹൻ്റെ കൂടെയാണ് വണ്ടി പോകുന്നത്, അങ്ങനെ അല്ലേ, ഒരു വണ്ടി പോലെ തുരങ്കം പോണ്.
വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും ആ പുലിയെ പിടിക്കുകയും അവരെന്ത് ചെയ്യുക, വേറെ ഒരു കൂട്ടിലൊക്കെ ഇട്ടിട്ട് താമസിപ്പിക്കുകയും ചെയ്യും. അവിടെ ഗാനമേളയും പരിപാടിയൊക്കെ ഒരുക്കി ജഗ്ഗ അല്ലെ പുലിയും ഫാമിലി, പുലി ആൻഡ് പുലി വൈഫ് ആൻഡ് ഫാമിലി കിഡ്സ് എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് ഒരുക്കി കൂടെ, തമാശ പറഞ്ഞാട്ടോ. അപ്പൊ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, അപകടങ്ങളും ഇതൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും അല്ലെ. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം, കാരണം നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? EIA പഠിക്കുന്നത്. എന്താ EIA? എൻവിയോൺമെന്റ്, പരിസ്ഥിതി, നമ്മുടെ ഇമ്പാക്ട് അസസ് ചെയ്യുന്നുണ്ട്. ഇത് വന്നാലുള്ള ഗുണവും ദോഷവും വിലയിരുത്തലാണ്. ഇൻവോൾവ്സ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഇതിൽ പ്രധാനമായിട്ടും എന്ത്? പൊതുജനങ്ങളെ നമ്മൾ പങ്കെടുപ്പിക്കും. അങ്ങനെ അവരുടെ അഭിപ്രായം ചോദിക്കും. അവർക്ക് ചങ്ങായിമാരെ, നമ്മളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെക്കാളും എല്ലാവരെക്കാളും ഒരു സ്ഥലത്തുള്ളത് അല്ലെ. ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. സിമ്പിൾ എക്സാമ്പിൾ പറയാം. അടുക്കളയിൽ പിന്നെ ഭർത്താവ് കയറാത്ത അടുക്കളയാണ്, ഭർത്താവ് ഒരു ദിവസം അടുക്കളയിൽ കയറിയ ഭാര്യ ഫുൾ ടൈം വിളിക്കേണ്ടി വരും. കാരണം എന്താ? ഉപ്പോടെ, കല്ലുപ്പോടെ, മഞ്ഞളോടെ, മുളകോടെ അറിയില്ല. അതേപോലെ ഒരു നാട്ടുകാരൻ ആ നാട്ടിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയും. അപ്പോൾ അവരെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപ്രൂവ്സ് പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക? പ്രൊജക്ട് പ്ലാൻ ചെയ്യുക, അതുപോലെ ഡിസൈൻ ചെയ്യുക. ആ റൂട്ടിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇത്ര ആവാസ വ്യവസ്ഥ നശിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ റൂട്ടിലൂടെ ഇങ്ങനെ പിടിക്കാം. കണ്ടോ? അങ്ങനെയൊക്കെ എത്ര പ്രൊജക്റ്റുകൾ മാറിപ്പോവാറുണ്ട്. പരിസ്ഥിതിയുടെ ആഘാതം കൂടുതലാണെങ്കിൽ പല പ്രൊജക്റ്റുകളും ഒഴിവാക്കാറുണ്ട്. അതിനുവേണ്ടി ഒരു കോടതി നമുക്കുണ്ട് കേട്ടോ, മറക്കരുത്. ഗ്രീൻ ട്രിബ്യൂണൽ, ഹരിത ട്രിബ്യൂണൽ എന്ന പേരിൽ ഒരു കോടതി ഉണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ അവരാ പരിഹരിക്കുക. കമന്റ് ഓൺ എയർ ആക്ട്. എയർ ആക്ടുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ ജസ്റ്റ് വായിച്ചു പോവാം. നോക്ക് നിങ്ങൾ, 1981 നമുക്ക് എന്ത് ചെയ്യുന്നത്? വായു നിയമം വരുന്നത്. വായു നിയമം, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട്. ഇതിൽ വായു നിയമം തടയാൻ വേണ്ടി സെൻട്രൽ ബോർഡ് ഓഫ് കൺട്രോൾ, CPCB വരുന്നുണ്ട്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇങ്ങനെ ബോർഡ് നിയമിക്കുന്നത് ഇത് പ്രകാരമാണ്. അതുപോലെ തന്നെ SPCB, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇങ്ങനെ 2 ബോർഡുകൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഗവൺമെന്റ് ഈ നിയമം വഴി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡസ്ട്രികളെ, വ്യവസായശാലകളുടെ ഓരോ വ്യവസായശാലകളും എത്ര അവർ പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലെ. ഓരോന്നും മാലിന്യങ്ങൾ പുറത്തേക്ക്, ആകാശത്തിലേക്കും തൊട്ടടുത്തുള്ള കൈത്തോടുകളിലേക്കും പുഴയിലേക്കും എത്രയാണ് വിടാറുള്ളത്? prohibits discharge of air pollutants beyond prescribed limit. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡിന്റെ അപ്പുറത്തേക്ക് വിടാൻ പാടില്ല, അതിനെ നിരോധിക്കാം. പ്രൊമോട്ട്സ് യൂസ് ഓഫ് ക്ലീനർ ടെക്നോളജീസ് ആൻഡ് ഫ്യൂവൽ അല്ലെ. ഇവർ പരമാവധി എന്ത് പറയുന്നുണ്ട്? നല്ല ഇപ്പോൾ ഒരു വ്യവസായശാല തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരെ പെർമിഷൻ കിട്ടണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്. അത് വ്യവസായം എന്നല്ല, എന്തിനും അല്ലെ. അപകടകരം ഇതേപോലെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ PCBയുടെ, ഇവരുടെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓരോ ജില്ലാ തലത്തിലൊക്കെ ഉണ്ട്. അവരെ പെർമിഷൻ കിട്ടണം. അപ്പോൾ ആ പെർമിഷൻ വെച്ചിട്ടായിരിക്കണം. അപ്പോൾ അവർ പറയും ഇന്ന കാര്യങ്ങൾ വേണം. അതുണ്ടായാലും മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എനിവേ, ഞാൻ കുറച്ചുകൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തോട്ടോ. ഓക്കെ, എന്താണ് എയർ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആസ് ദ പ്രസൻസ് ഓഫ് ഹാർംഫുൾ പൊല്യൂട്ടൻ ദാറ്റ് മേക്ക് ദ എയർ അൺഹെൽത്തി ടു ബ്രീത്ത്. കണ്ടോ? ശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അൺഹെൽത്തി ആയിട്ട് മാറുക. ഡൽഹിയിലൊക്കെ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ ഈ ഒരു ലെവലിലേക്ക് എന്ത് അൺഹെൽത്തി ആയിട്ടുള്ള എയറുകൾ വരാറുണ്ട്. ഏറ്റവും അവസാനത്തെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജലചക്രം. അതിനാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയാം. ജലചക്രം, നിലച്ചക്രം അല്ല കേട്ടോ, ജലചക്രം അല്ലെ. ജലചക്രം പറയുമ്പോൾ നമുക്ക് ആദ്യം എന്ത് പറയണം? ഇവാപറേഷൻ പറയും. ഇത് കടല് അല്ലെങ്കിൽ ജലാശയം. ഇതിന്ന് എന്ത് ചെയ്യുന്നു? സൂര്യൻ ഇതിനെ വലിച്ചെടുക്കും. ഇത് വേണമെങ്കിൽ പിക്ചറൊക്കെ ആയിട്ട് വരക്കട്ടോ. സൂര്യൻ എന്ത് ചെയ്യുന്നു? ജലാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇതിനാണ് ഇവാപറേഷൻ എന്ന് പറയാം. ബാഷ്പീകരണം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. ബാഷ്പീകരിച്ച സാധനം പിന്നെ എന്തായി വന്നു? മേഘമായിട്ട് മാറുന്നു. അതിനാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം അല്ലെ. കണ്ടൻസേഷൻ. മേഘമായിട്ട് മാറുന്നതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയാം. പിന്നീട് എന്ത് ചെയ്യുന്നു? അത് മഴയായിട്ട് ഭൂമിയിലേക്ക് വർഷിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയാ? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. വർഷണം എന്ന് പറയാം. അപ്പോൾ 3 ഇതാണ് ജലചക്രം എന്ന് പറയുന്നത്. ജലചക്രം, ബാഷ്പീകരണം, ഇവാപറേഷൻ, അത് കണ്ടൻസേഷൻ, മേഘമാകുക, അത് പിന്നീട് മഴയായി പെയ്യുന്ന പ്രസിപ്പിറ്റേഷൻ. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരും അല്ലെ. വീണ്ടും എന്ത് ചെയ്തു? മഴയായി പെയ്തത് അതെന്ത് ചെയ്യും? ഭൂമിയിലേക്ക് ഇറങ്ങി പോകുന്നു, അല്ലെങ്കിൽ റൺ ഓഫ് ഉണ്ടാവുന്നു അല്ലെ. റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോയത് വീണ്ടും എന്ത് ചെയ്യുന്നു? ബാഷ്പീകരിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ 3 റൗണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ജലചക്രം എന്ന് പറയുന്നത്, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഏറ്റവും അവസാനത്താണ് വെതർ ആൻഡ് ക്ലൈമറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ഥലത്തെ
ഓരോ ദിവസത്തെയും സ്ഥിതിക്കാണ് നമ്മൾ എന്താ പറയാ ദൈനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയാം. അതേസമയം ഒരു സ്ഥലത്തെ 30-35 വർഷത്തെ അന്തരീക്ഷ സ്ഥിതി മൊത്തത്തിൽ നമ്മൾ നോക്കിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കേരളത്തിൽ എന്താണ് മഴയാണ്. അപ്പൊ നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ മഴയാണ് എന്ന് കേരളത്തിൽ പറയുമ്പോൾ ചില ദിവസം അവിടെ വെയിലുണ്ടാവാം അല്ലെ, അതിന് നമ്മൾ എന്ത് ചെയ്യില്ല ക്ലൈമറ്റ് എന്ന് പറയാം, അതിന് വെതർ എന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുന്നതിന് നമ്മൾ എന്ത് പറയും ക്ലൈമറ്റ് എന്ന് പറയും. എനിവേ നന്നായിട്ട് പഠിച്ചോളൂ, കൂടുതൽ ക്ലാസ്സുകളും ലൈവുകളൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, സി യു ഓൾ, ബൈ ബൈ.